Okay. In this class, we will discuss about operation amplifier can be also used as a voltage follower, as a clipper, and a wave shaping circuit. ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അതുകൊണ്ടാണ് ഈവൻ ഫിസിക്സ് സ്റ്റുഡൻസായി നിങ്ങൾ വരെ അനലോഗ് ഇലക്ട്രോണിക്സ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് കൂടിയാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ പേര് തന്നെ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ലൈക്ക് സമ്മിങ്, ഡിഫറൻഷിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ലോഗരിതം, ആൻറ്റി ലോഗരിതം, അതുപോലത്തെ ഒത്തിരി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. അതുപോലെ തന്നെ നമുക്ക് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഫിൽറ്റർ എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുക, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ ആയിട്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയർ ആസ് എ വോൾട്ടേജ് ഫോളോവർ ആൻഡ് ക്ലിപ്പർ സർക്യൂട്ട്. അപ്പം ഇനീഷ്യലി ഈ ക്ലിപ്പർ സർക്യൂട്ടൊക്കെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഒരു വോൾട്ടേജ് ഫോളോവർ എന്ന ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ്. വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ബട്ട് ഇൻപുട്ടിനെ അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ടുള്ള സർക്യൂട്ടിനെയാണ് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്താണോ അത് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കും. അങ്ങനത്തെ സർക്യൂട്ടിനെയാണ് വോൾട്ടേജ് ഫോളോവർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ സർക്യൂട്ട് നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ, കാരണം ഇൻപുട്ട് വോൾട്ടേജ് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്, പിന്നെ എന്തിനാണ് ഇതുപോലത്തെ സർക്യൂട്ട്. നമ്മൾ പല കാര്യത്തിലും ഇമ്പിഡൻസ് മിസ്മാച്ചിങ്, അതല്ലെങ്കിൽ ഹൈ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ വെർച്വലി ദർ വിൽ ബി നോ കണക്ഷൻ, ബട്ട് ഇൻപുട്ടിൽ എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിൽ ഫോളോ ചെയ്യും. കാരണം എഫക്റ്റീവ്ലി ഇമ്പിഡൻസ് മാച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആവശ്യകതയിൽ നമ്മൾ ഈ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ പറയാം വോൾട്ടേജ് ഫോളോവർ. ഓക്കെ, സോ ഇൻ ദിസ് നമ്മൾ ഒരു നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത്. So this is an operation amplifier, negative positive terminal. So this is the non-inverting terminal. I am applying input to this non-inverting terminal. So there will be no phase shift between input and output. Let this is V in, and in this non-inverting amplifier നമ്മൾ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്ററും ഒരു റെസിസ്റ്റർ ഗ്രൗണ്ടിലേക്ക് കൊടുത്തിരുന്നു. But in this voltage follower we are directly connected this into this, so we can have V out is equal to V in. It is whatever the input voltage that will be followed by the output V out. So this is simply അതായത് ഇവിടെ ഉള്ള വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ. we know that is virtual ground, so this voltage will be reaches V out. So this is simply a voltage follower. Okay, simply ഇത്രയേ ഒരു വോൾട്ടേജ് ഫോളോവർ എന്നുള്ളൂ. അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു, ഒരു ഫീഡ്ബാക്ക് വിത്തൗട്ട് എനി റെസിസ്റ്ററായിട്ട് ഒരു ഫീഡ്ബാക്ക് ജസ്റ്റ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നു, ദെൻ വി വിൽ ഗെറ്റ് എ വോൾട്ടേജ് ഫോളോവർ. ഇനി ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പർ സർക്യൂട്ടുകളാണ് നമ്മൾ ഇന്ന് നോക്കാനുള്ളത്. സോ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് നമ്മൾ ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ സാധാരണ ക്ലിപ്പർ സർക്യൂട്ടുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഡയോഡോടെ വെച്ചിട്ടാണ്. ഓപ്പ് ക്ലിപ്പർ സർക്യൂട്ട്. ഓക്കെ, ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇൻപുട്ട് വേവിൻ്റെ ഒരു പോർഷൻ, ഇൻപുട്ട് വേവ് പോർഷൻ വിൽ ബി clipped off. ഓക്കെ, ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ്. അപ്പോൾ നമ്മുടെ ഒരു റെക്ടിഫയർ സർക്യൂട്ട് എന്നൊക്കെ പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്. നമ്മളിനി ലേറ്റർ ഡയോഡുകളൊക്കെ പഠിക്കുമ്പം
സെമികണ്ടക്ടർ ഡയോഡ്, റെക്ടിഫയർ ഡയോഡൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എനിവേ ഒരു ഡയോഡിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം, യൂണി ഡയറക്ഷണൽ കറണ്ട് മാത്രമേ അത് കടത്തി വിടുകയുള്ളൂ. അതായത് whenever the diode is in forward bias, then only it will be act as a closed switch. Then there will be a connection between input and output. So അതായത് ഫോർവേഡ് ബയാസിലായിരിക്കുമ്പോൾ മാത്രമാണ് കറക്റ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ, ഇപ്പം ഒരു ഡയോഡാണ് ഇൻപുട്ടും ഔട്ട്പുട്ടിനും മിഡിലായിട്ട് വെച്ചിരിക്കുന്നതെങ്കിൽ whenever the diode is in forward bias, അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ഐദർ ഡയോഡിൻ്റെ പൊസിഷൻ അനുസരിച്ച് പോസിറ്റീവ് സൈക്കിളോ അല്ലെങ്കിൽ നെഗറ്റീവ് സൈക്കിളോ ഏതെങ്കിലും ഒരു സൈക്കിളിൽ മാത്രമാണ് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പോഴാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ വാട്ട് എവർ ദ ഇൻപുട്ട് ദാറ്റ് വിൽ ബി ഗെറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. ബട്ട് ഇൻ ദ അതർ കേസ്, ഇപ്പോൾ പോസിറ്റീവ് സൈക്കിളാണ് ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ പോസിറ്റീവ് സൈക്കിൾ മാത്രമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് സൈക്കിൾ ആകുമ്പം ദ ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. ദാറ്റ് മീൻസ് അറ്റ് ദാറ്റ് ടൈം ദ ഡയോഡ് ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ടിലായിരിക്കും. So there will be no connection between input and output. So the output is 0 at that time. So that is how we are done in half wave rectification process. ഹാഫ് വേവ് റെക്ടിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് അതാണ്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ക്ലിപ്പർ സർക്യൂട്ടിലും ഒരു പോർഷൻ ക്ലിപ്പ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു നെഗറ്റീവ് ക്ലിപ്പർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മൊത്തം ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടാണ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട്. What we done is we have a voltage follower. Positive and negative here, and in the output we have a diode. Diode D. This is the voltage follower, and this is the V out, and here I am applying V, a sinusoidal signal. And what will be the output? Okay, so whenever this is I just want to mention there is 2 cycle. Just draw the waveform also, it will be better. Here we can have positive and negative cycle. Okay, so this is V in, and we have to look out what is V out. Okay, so what will happen during the positive cycle? In case 1, I take positive cycle. Positive input cycle എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. So here we can have the input positive cycle. In the input positive cycle, the operation amplifier is just a voltage follower. This will be also a positive cycle. In positive cycle, diode anode positive ആയിരിക്കും, so cathode will be negative. So that means the diode is in forward bias, so it can be act as a closed switch. Whenever this diode is in forward bias, it will be act as a, so ഈ കേസിൽ ഞാൻ ജസ്റ്റ് ഓപ്പറേഷൻ ആംപ്ലിഫയറും ഡയോഡൊക്കെ ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയറും ഐഡിയൽ ഡയോഡും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ whenever the diode is in forward bias, it will act as a closed switch, and also the operation amplifier is ideal. So his operation amplifier is ideal, then only it can be act as a perfect voltage follower. Okay, otherwise it will also, in practical case it will be also work, but theoretically നമുക്ക് പറയാൻ പറ്റുന്നത് ഐഡിയൽ കേസിലാണ്. Okay, so here the diode is in forward bias, so diode is act as a closed switch. So whenever there is a closed switch, so there will be a connection between the operation amplifier and the VO, output voltage. So whatever the input voltage, that will be get in the output during the positive cycle. Okay, so in positive cycle the diode is in forward bias, D is in forward bias. Okay, when D is in forward bias, it acts as a closed switch,
closed switch. Hence the circuit is simply a voltage follower. Whatever the input cycle, that will be getting the output. So positive cycle endano in the cycle അതുപോലെ തന്നെ കിട്ടും. And case 2, we can have a negative cycle. During the negative cycle, what will happen? The diode is in reverse bias. Negative cycle വരുമ്പോൾ the diode is in reverse bias ആയിരിക്കും. So reverse bias ആയിരിക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. സോ ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡിൻ്റെ ആനോഡിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരിക്കും. ഡയോഡ് റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി നോ കണക്ഷൻ ബിറ്റ്വീൻ ദ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ആൻഡ് ദിസ് ഔട്ട്പുട്ട്. ഓപ്പറേഷൻ ആംപ്ലിഫയർ ഔട്ട്പുട്ടും വി ഔട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. So it will be just act as a open switch. So there will be no connection between input and output. So the output voltage will be 0. So during the negative cycle, we will not get any output. So because this is an open circuit, there will be no connection between input and output. And next cycle, we will get the positive cycle. Okay. So this will be the condition in case 2 in diode is in reverse bias, so act as open switch. So what will be the condition? Hence there is no connection to output. Vout like ഒരു കണക്ഷനും ഇല്ല. So Vout will be 0 volt. There will be no connection. Okay. Hope this thing is clear. അപ്പം എനിക്ക് ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ടാണ്. നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്ത സർക്യൂട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിലോ, എനിക്ക് ഈ സർക്യൂട്ടിൽ നിന്ന് പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട്, അത് പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ സർക്യൂട്ടിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? നിങ്ങളതിന് പറഞ്ഞ് പോസിറ്റീവ് ക്ലിപ്പ് ഓഫ് ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഡയോഡ് തിരിച്ചു കൊടുത്താൽ മതി. ഡയോഡ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സൈക്കിളിൽ അപ്പം ആനോഡിലായിരിക്കും കാഥോഡിലായിരിക്കും പോസിറ്റീവ് വരുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം the diode is open circuit, so we will not get any output during the positive cycle. And in negative cycle, the diode will be act as a closed switch, so we will get a output. So ഞാൻ പോസിറ്റീവ് ക്ലിപ്പർ വരയ്ക്കുന്നില്ല, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി പോസിറ്റീവ് ക്ലിപ്പർ. ഇനി ഞാൻ പറയുന്നത് നമുക്ക് ക്ലിപ്പർ വിത്ത് സം റെഫറൻസ് വോൾട്ടേജോടെയുള്ള കണ്ടീഷനിലാണ് പറയുന്നത്. ക്ലിപ്പർ reference voltage. ഓക്കെ, ഞാൻ കുറച്ച് റെഫറൻസ് വോൾട്ടേജോടെ ക്ലിപ്പർ സർക്യൂട്ടിൽ കൊടുക്കുന്നതാണ്. സോ അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. സോ ഐ ഹാവ് an operation amplifier and I am applying V in. And I have a diode. Have Vout here, and I am applying a reference voltage. So let I am applying a positive reference voltage, so we can have negative V and positive VCC. ഓക്കെ, സോ ദിസ് ഇസ് പോസിറ്റീവ്. ഈ സർക്യൂട്ട് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട.
ഇത്രയും സർക്യൂട്ട് കണ്ടിട്ട് ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു പോസിറ്റീവ് വി റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സർക്യൂട്ട് ചെയ്തതേ ഉള്ളൂ. ഞാൻ വേറൊരു സപ്ലൈ വയ്ക്കാതെ പോസിറ്റീവ് വി സി സിയിൽ നിന്ന് ഇപ്പോൾ പോസിറ്റീവ് വി സി സി ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ -15 വോൾട്ട് ആൻഡ് +15 വോൾട്ടേജാണ് സപ്ലൈ വോൾട്ടേജ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സപ്ലൈ വോൾട്ടേജിൽ നിന്ന് എനിക്കൊരു പോസിറ്റീവ് വി റെഫറൻസ് വയ്ക്കാൻ ഒരു പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് ഞാനത് കൊടുത്തതേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാനൊരു പ്ലസ് വി റെഫ് ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റാണ്. ഞാനൊരു സപ്ലൈ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തതേ ഉള്ളൂ. പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജിൽ നിന്ന് ഒരു പ്ലസ് വി റെഫറൻസ് വോൾട്ടേജ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഞാനിത് കുറച്ചുകൂടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സ് കൊടുക്കുകയാണ്. നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് I am applying the input voltage as 10 sin omega t. Here I am applying 10 sin omega t, 10 sin omega t, and here the reference voltage, let this is plus 5 voltage, reference voltage, potentiometer arrange ചെയ്ത് +5 വോൾട്ടേജ് വെച്ചൊന്ന് വിചാരിക്കുക. കാരണം ഈ നമ്പേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റെഫറൻസ് എന്നൊക്കെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ് ഐ ഹാവ് ദിസ് ടൈപ്പ് ഓഫ് എ സിഗ്നൽ, positive signal, negative signal, positive signal, and here it is +10 voltage, maximum voltage, and here it is -10 voltage, and here it is 0. This is my V in, and what is my V out? Okay, so I am looking for what is my V out. Okay, so what is my V out during the positive cycle? Initially, even before that, initially what is in 0 voltage, whenever the input voltage is 0 voltage, what is my reference voltage, what is my output voltage, that I just want to look. 0 voltage ആണ് ഇവിടെ. സോ ഇവിടെ ഒരു പോസിറ്റീവ് 5 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത് ഡയോഡിൻ്റെ കാഥോഡിലേക്ക് +5 വോൾട്ടേജ്. കാരണം ഇനീഷ്യലി ഇൻപുട്ട് വോൾട്ടേജ് 0 എന്ന കണ്ടീഷനിലാണ് ഞാൻ എടുക്കുന്നത്. ഇനീഷ്യലി ഇൻപുട്ട് വോൾട്ടേജ് 0 ആകുമ്പോൾ ഡയോഡിൻ്റെ കാഥോഡിൽ ഒരു +5 വോൾട്ടേജ് വന്നിട്ടുണ്ട്. ഡയോഡിൻ്റെ കാഥോഡിൽ +5 വോൾട്ടേജ് ആയ കാരണം ഈ ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. Whenever the diode is open switch, there will be no connection between the operation amplifier output and Vout. ഓപ്പറേഷൻ ആംപ്ലിഫയർ ഔട്ട്പുട്ടും വി ഔട്ടും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ആ അവസ്ഥയിൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വി റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താ, ദർ വിൽ ബി നോ കണക്ഷൻ, ദ ഔട്ട്പുട്ട് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ഫ്രം ദിസ് DC സപ്ലൈ. ഓക്കെ, ദർ വിൽ ബി നോ കണക്ഷൻ ആൻഡ് സോ ദ ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു ദി പ്ലസ് വി റെഫ്. So what is that output at that time? So consider this is 5 voltage plus 5 voltage. That voltage will be available at the output voltage. ഇനി ഞാൻ എൻ്റെ പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇനീഷ്യലി എൻ്റെ 0 വോൾട്ടേജിൽ ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജിൽ എനിക്ക് +5 വോൾട്ടേജ് ഉണ്ട്. കാരണം എന്താണ്, ദർ വിൽ ബി നോ കണക്ഷൻ ബിറ്റ്വീൻ, സോ ദ ഡയോഡ് ഈസ് ഇൻ ഓപ്പൺ സർക്യൂട്ട്. ഓക്കെ, ഇനി ഞാൻ സിഗ്നൽ കൊടുക്കുകയാണ്. എൻ്റെ 1 വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു. 1 വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞപ്പം ഇത് ജസ്റ്റ് വോൾട്ടേജ് ഫോളോവർ ആയ കാരണം ഈ ദിസ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 വോൾട്ടേജ് വരും. സോ വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് വോൾട്ടേജ് ഡയോഡിന് ക്രോസ് ആയിട്ടുള്ള ഒരു -4 വോൾട്ടേജ് ആയിരിക്കും. കാരണം ഇവിടെ 5 വോൾട്ടേജ് ഉണ്ട്, ഇവിടെ 1 വോൾട്ടേജ് ഉണ്ട്. സോ എഫക്റ്റീവ്ലി 4 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തും എനിക്ക് 5 വോൾട്ടേജ് തന്നെ ഉണ്ടാവും. ഓക്കെ, ഔട്ട്പുട്ടിൽ 5 വോൾട്ടേജ് തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഐ ജസ്റ്റ് വാണ്ട് ടു മെൻഷൻ ദ +5 വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജ്, then it will be more. Okay, so let this is okay. Any 2 voltage കൊടുക്കുമ്പോഴും the diode will be in reverse bias. 3 voltage കൊടുക്കുമ്പോഴും diode will be reverse bias. So the output voltage is Vref voltage, and until 5 voltage reaches, the output voltage will be 5 voltage. Okay, what is that? Why is that?
സോ ദ ഡയോഡ് ഈസ് അറ്റ് ദാറ്റ് ടൈം റിവേഴ്സ് ബയാസ് ആയിരിക്കും. അറ്റ് ദാറ്റ് ടൈം റിവേഴ്സ് ബയാസ് ആയ കാരണം എന്താണോ ഈ റെഫറൻസ് വോൾട്ടേജ് അത് തന്നെയായിരിക്കും കിട്ടുക, ഓപ്പൺ സർക്യൂട്ട് ആയ കാരണം. ഇനി 5 വോൾട്ടേജിനേക്കാളും കൂടുതലുള്ള വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ്, 6 വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താണ്, ദ ഡയോഡ് ഈസ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. Whenever this diode is act as a closed switch, you don't want to worry about this reference voltage. Whatever the input voltage, that will be getting the output voltage. That is very important in the clipper circuit. Clipper circuit ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണോ ഇപ്പം ഈ സർക്യൂട്ട് വോൾട്ടേജ് ഫോളോവർ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഈ റെഫറൻസ് വോൾട്ടേജ് ഒന്നും ഡസൻ മാറ്റർ, എന്താണ് ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് വിൽ ബി ഗെറ്റ് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, സോ വെനെവർ ദ ഡയോഡ് ഈസ് ക്ലോസ്ഡ് ആവുന്നത് എപ്പോഴാണ്, വെനെവർ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് എബോവ് ദിസ് വി റെഫറൻസ് വോൾട്ടേജ്, എബോവ് ദിസ് 5 വോൾട്ടേജ്, ദെൻ ദിസ് ഡയോഡ് ഈസ് ഇൻ ക്ലോസ്ഡ് സ്റ്റേറ്റ്. വെനെവർ ദ ഡയോഡ് ഈസ് ഇൻ ക്ലോസ്ഡ് സ്റ്റേറ്റ്, ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ വോൾട്ടേജ് ഫോളോവർ. അറ്റ് ദാറ്റ് ടൈം വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് അതുപോലെ തന്നെ ഫോളോ ചെയ്യും. സോ you will get a signal like this. So initially this will be like this, and after that this is the voltage following state. In this stage it acts as a voltage follower. Okay, then 5 വോൾട്ടേജിലും താഴെ പോയി, ഈ സൈക്കിളിൻ്റെ ബാക്കി പോർഷനിൽ 5 വോൾട്ടേജിലും താഴെ പോയി. സോ ദ ഡയോഡ് ഈസ് ഇൻ ഓപ്പൺ സ്റ്റേറ്റ്. വെനെവർ ദ ഡയോഡ് ഈസ് ഓപ്പൺ സ്റ്റേറ്റ്, വാട്ട് എവർ ദ വി റെഫറൻസ് വോൾട്ടേജ്, ദാറ്റ് വിൽ ബി ഗെറ്റ് ഇൻ ദ output. In negative cycle here it is negative voltage. Here it is negative voltage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, the diode is already is in reverse bias. If വീണ്ടും കൂടുതൽ റിവേഴ്സ് ബയാസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, that means diode is always in open circuit. So in a negative cycle the diode is also in open state. Whenever the diode is in open state, we will not get any the output will not depending upon the input. The output is only depending upon the V reference voltage, and after that we will get like this. Okay, so whenever the diode is in forward bias, then only the voltage V out is following the input voltage V in. Otherwise the diode is in open state. Whenever the diode is in open state, what will happen, the V out is equal to V reference voltage. Okay, clear ആയോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഈ വോൾട്ടേജ് ഇതുപോലത്തെ സർക്യൂട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കർവായിരിക്കും തരുക. ഓക്കെ, വാട്ട് ഈസ് ട്രാൻസ്ഫർ കർവ്? ട്രാൻസ്ഫർ കർവ് ഈസ് നത്തിങ് ബട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം തമ്മിലുള്ള റിലേഷനാണ് ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. അപ്പം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിലേഷൻ ആണ് ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. അപ്പം let I have in x-axis I have V in and y-axis we have V out. അപ്പോൾ സാധാരണ ഒരു വോൾട്ടേജ് ഫോളോവർ ആണെങ്കിൽ, if I have a voltage follower, ട്രാൻസ്ഫർ കർവ് എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വി ഇൻ, x-axis വി ഇൻ എടുക്കുകയാണ്, മൈനസ് വി ഇൻ പ്ലസ് വി ഔട്ട് മൈനസ് വി ഔട്ട്. ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ആണെങ്കിൽ, ഇഫ് ഐ ഹാവ് എ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്, ഇത് ഇൻപുട്ട് ഈസ് പ്രൊപ്പോർഷണൽ, ഇൻപുട്ട് തന്നെയാണ് ഔട്ട്പുട്ട്. അപ്പോൾ വി ഇൻ കൂടുമ്പോൾ പ്ലസ് വി ഇൻ കൂടുമ്പോൾ വി ഔട്ട് കൂടും, മൈനസ് വി ഇൻ കൂടുമ്പോൾ മൈനസ് വി ഔട്ട് കൂടും. ഒരു ലീനിയർ റിലേഷൻ ആയിരിക്കും വോൾട്ടേജ് ഫോളോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇൻപുട്ട് പ്ലസ് വി ഇൻ 1 വോൾട്ടേജ് ആകുമ്പോൾ പ്ലസ് വി ഔട്ടും വി ഔട്ട് എന്ന് പറയുന്നത് പ്ലസ് 1 വോൾട്ടേജ് ആയിരിക്കും. വി ഇൻ മൈനസ് 2 വോൾട്ടേജ് ആകുമ്പോൾ വി ഔട്ട് എന്ന് പറയുന്നത് മൈനസ് 2 വോൾട്ടേജ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നമ്മൾ CROയിലൊക്കെ നമ്മൾ ഈ സർക്യൂട്ട് വേവ് ഫോം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഡ്യുവൽ ചാനൽ CRO ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചാനൽ 1ൽ ഇൻപുട്ടും ചാനൽ 2ൽ ഔട്ട്പുട്ടും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് XY എന്ന് പറഞ്ഞൊരു കർവുണ്ട്. ഡ്യുവൽ ചാനൽ CROയിൽ XY എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്. ആ XY സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രാൻസ്ഫർ കർവ് കാണാൻ പറ്റും. ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ, അതായത് അതിൻ്റെ ട്രാൻസ്ഫർ കർവ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഫൈൻ. And this is when we apply positive reference voltage. Okay,
ഇനി എന്താണ് ഞാൻ ഒരു നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇഫ് ഐ ആം അപ്ലൈങ് എ നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ്, വീന് ഇല്ല, വീൻ വി സി സിനേക്കാളും കൂടുതലായി സാച്ചുറേറ്റ് ആയി പോകുമല്ലോ. ക്ലിയർ ആണ്. വീന് ബി സി സിനേക്കാളും കൂടുതലായിട്ടൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് വി സി സി ആൻഡ് മൈനസ് വി ഇ ആണ്. അതിന് മേലെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടില്ല. ഓക്കെ, so if I am applying a negative reference voltage, what will be the output? You just have a look, negative, positive, and I am applying in diode, plus V minus V. So this is minus V of voltage. This is V out. This is my V in, and I am applying a negative reference voltage minus V ref voltage. Let ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇത് ഇടുകയാണ്. കൺസിഡർ ദിസ് ഇസ് മൈനസ് 3 വോൾട്ടേജ് ആൻഡ് ദിസ് ഈസ് പ്ലസ് 15 ആൻഡ് മൈനസ് 15, and here I am also applying 10 sin omega t. So 10 sin omega t means you can have plus 10 voltage here and minus 10 voltage here. So this is my V in and this is my V out. Let this is my V out. What will be the output waveform? Okay. So initially without applying any input, that is if I am applying 0 input voltage, what will be the conditions for this diode? The diode D is in forward bias or reverse bias. Even if I am not applying any input voltage, എന്ത് കണ്ടീഷനിലായിരിക്കും? ഇപ്പോൾ 0 വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് എങ്കിൽ, because of this minus V reference voltage, the diode will be in forward bias. Because എന്താണ് ഇവിടെ -3 വോൾട്ടേജ് ആണ് ഡയോഡിൻ്റെ കാഥോഡിലേക്ക്, ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് ഡയോഡിൻ്റെ കാഥോഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ whenever this diode is in forward bias, it will be just act as a voltage follower. നിങ്ങൾ അത്രയും മനസ്സിലാക്കുക. ഈ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം whenever the diode is in forward bias, the circuit will be just act as a, you don't worry about this reference voltage. നിങ്ങൾ റെഫറൻസ് വോൾട്ടേജിനെ കുറിച്ച് വറി ചെയ്യുകയേ വേണ്ട. എന്താണോ നിങ്ങളുടെ ഇൻപുട്ട് അത് തന്നെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ആ കണ്ടീഷനിൽ. സോ ഇറ്റ് ജസ്റ്റ് ആക്ട് ആസ് എ വോൾട്ടേജ് ഫോളോവർ. സോ whenever this is -3 voltage, so this diode is in forward bias due to this കാഥോഡിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തേക്കണ കാരണം. So the diode is in a forward bias, so it will be just following the input. Here what is following? 0 voltage ആയാണ് 0 voltage, 1 voltage ആണ്. ഇനി 1 voltage വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡയോഡിൻ്റെ ആനോഡിൽ, ഇപ്പം ഞാൻ എൻ്റെ പോസിറ്റീവ് സൈക്കിളാണ് ഇനീഷ്യലി കൊടുക്കുന്നത്, പോസിറ്റീവ് സൈക്കിളിൽ +1 വോൾട്ടേജ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ +1 വോൾട്ടേജ് ആയി, പക്ഷേ ആ സമയത്ത് എനിക്കിവിടെ -3 വോൾട്ടേജ് ആണ് എൻ്റെ കാഥോഡിലുള്ളത്. സോ എൻ്റെ ഡയോഡ് ഇൻ എഫക്റ്റ് എന്ന് പറയുന്നത് 2 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണ്.
Okay, clear. 2 voltage forward, sorry 2 voltage അല്ല, എൻ്റെ എൻ എഫക്റ്റ് 4 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണ്. കാരണം എന്താണ്, ഇവിടെ +1 വോൾട്ടേജ് വന്നു, ഇവിടെ -3 വോൾട്ടേജ് വന്നു. സോ എൻ എഫക്റ്റ് 4 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്, ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ദെൻ വാട്ട് എവർ ദ ഇൻപുട്ട് ദാറ്റ് വിൽ ബി ഗെറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. അപ്പം 2 വോൾട്ടേജ് വന്നു കഴിയുമ്പോൾ in effect 5 voltage forward bias ആയി. That means in positive cycle the diode will be in forward bias, always in forward bias. So you will get whatever the input that will be get in the output. Okay, you don't worry about this reference voltage, whatever the input that will be get in the output in positive cycle. And in negative cycle what will happen? In negative cycle here it is -3 voltage. So and here it is negative cycle. Consider in -1 voltage, consider here we can have a -1 voltage. Then this diode is in -2 voltage reverse bias. Okay, -2 voltage in effect -2 voltage reverse bias ആണ്. So at time the diode will be act as a closed switch. So whatever the input that will be get in the output, whenever the diode is in closed switch, it will be just act as a voltage follower. -2 വോൾട്ടേജ് ആയി കഴിയുമ്പോൾ, ഇൻപുട്ട് വോൾട്ടേജ് -2 വോൾട്ടേജ് ആയി കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? -2 വോൾട്ടേജ് ആകുമ്പോൾ -1 വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണ് ഇൻ എഫക്റ്റ്. ഓക്കെ, ഇനി അപ്പം -3 വോൾട്ടേജ് വരെ വാട്ട് എവർ ദിസ് ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഇനി ഞാൻ എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് -4 വോൾട്ടേജ് ആക്കി എന്ന് വിചാരിക്കാം. Okay, what will happen if it is -4 voltage? Then the diode is in a reverse bias, because in effect ആനോഡിൽ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡിന്. കാഥോഡിനേക്കാളും റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ആനോഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ആ സമയത്ത് വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഡയോഡ് എന്ന് പറയുന്നത് ഓപ്പൺ സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുക ആ സമയത്ത്. Whenever the diode is act as an open switch, what will happen? There will be no connection between input and output. Then whatever the reference voltage that will be get in the output, there will be no connection between input and output. That whatever the reference voltage that will be get. Here the reference voltage is -3 voltage, -3 voltage that will be get in the output at that time. Okay, -3 voltage will be get in that time. Okay, hope this is clear. And then again -3 വോൾട്ടേജിനേക്കാളും കുറവ് വോൾട്ടേജ് ആകുമ്പോൾ ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. So the output waveform will be look like this. Is it clear? Clear ആയോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. whenever the diode is in forward bias, whenever the diode will be in forward bias, then whatever the input that will be get in the output, you don't worry about the reference voltage. Whenever the diode is in a reverse bias, there will be no connection between input and output. So whatever the reference voltage that will be get in the output. Clear? അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ വോൾട്ടേജ് ഫോളോവർ ആണോ അല്ലാത്തതാണോ എന്ന് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് എങ്ങനെ വരും? ഇറ്റ് വിൽ ബി ദ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ്. ഞാൻ ഈ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവോടെ വരച്ച് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് നിങ്ങൾക്ക് സർക്യൂട്ടിൻ്റെ റിസൾട്ടായിട്ട് തന്നിരിക്കുന്ന വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് ആയിരിക്കും. സോ ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. എപ്പോഴും അതങ്ങനെ പറയണമെന്നില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് വൈ ആക്സിസിലായിരിക്കും. സോ ഇൻ ദിസ് കേസ് പോസിറ്റീവ് സൈക്കിൾ, വാട്ട് എവർ ദ പോസിറ്റീവ് സൈക്കിൾ ദാറ്റ് വിൽ ബി ഗെറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. So it will be like this. And in negative cycle up to -3 voltage you will get the output as output voltage follow as input. After that it will be constant. So it will be like this. Okay, so plus V in, minus V in, plus V out, minus V out.
after this minus 3 voltage it will be constant as minus 3. Okay, otherwise it will be like this. So this is the voltage transfer curve of this negative reference voltage with a clipper circuit. Okay, so ഈ സർക്യൂട്ടിൻ്റെ അപ്പോൾ എന്തായിരിക്കും വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്? ഇറ്റ്സ് നത്തിങ് ബട്ട് ചെറുതായിട്ട് വരയ്ക്കുക അവിടെ. ഇറ്റ് ഈസ് even the zero voltage, the output voltage is plus 5 voltage, and whenever the input is above plus 5 voltage, what will happen? It will be follow the output. So it will be like this. In negative cycle always in a minus 5 voltage, so it will be like this. Hope this transfer curve is also clear to you. നിങ്ങൾക്ക് ഏത് സർക്യൂട്ട് ഇനി വേവ് ഫോം കിട്ടിക്കഴിഞ്ഞാലും വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ഫോമും ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോമും വരയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തന്നെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ സർക്യൂട്ടിൻ്റെ വേവ് ഫോം ഇങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഡൗട്ടുണ്ടോ ഇതിനകത്ത്? ക്ലിയർ ആണ്? പറഞ്ഞു. -3 വോൾട്ടേജിന് മേളിലേക്ക് പോകുമ്പോൾ റിവേഴ്സ് ബയാസ് ആവുകയാണ് ചെയ്യുന്നത് ഡയോഡ്. അല്ലല്ലോ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കപ്പം ആ സമയത്ത് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇവിടെ ഇതല്ലേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ റെഫറൻസ് വോൾട്ടേജിൽ നിന്ന് തന്നെയല്ലേ എടുക്കുന്നത്. ദർ വിൽ ബി നോ കണക്ഷൻ ബിറ്റ്വീൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ടു ദിസ് റിയൽ ഔട്ട്പുട്ട്. നമ്മൾ ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, ഈ പോയിന്റിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇതും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അപ്പോൾ എന്താണോ വി റെഫറൻസ് വോൾട്ടേജ് അതാണ് എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ക്ലിയർ ആയോ? ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റ് തരാം. ആ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പം ഇനീഷ്യലി ഡയോഡ് എന്ന് പറയുന്നത് ഈ പൊസിഷനിലാണ് വെച്ചത്. ഓക്കെ, ഈ പൊസിഷനിൽ വെച്ചിട്ടാണ് ഞാൻ പ്ലസ് വി റെഫറൻസ് വോൾട്ടേജും മൈനസ് വി റെഫറൻസ് വോൾട്ടേജും കൊടുത്തത്. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് റിവേഴ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഡയോഡിൻ്റെ കാഥോഡിലേക്ക് കൊടുക്കുക. ഡയോഡിൻ്റെ ആനോഡിൽ നിന്ന് വി ഔട്ട് എടുക്കുന്ന രീതിയിൽ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പ്ലസ് വി റെഫറൻസ് വോൾട്ടേജും മൈനസ് വി റെഫറൻസ് വോൾട്ടേജും കൊടുക്കുക. നിങ്ങളതിൻ്റെ വേവ് ഫോമും അതിൻ്റെ ട്രാൻസ്ഫർ കർവും വരച്ച് നോക്കുക. മനസ്സിലായോ? എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? നിങ്ങളതൊരു അസൈൻമെൻറ്റ് പോലെ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ ഒന്ന് ഷെയർ ചെയ്യുക. എനിക്ക് പേഴ്സണലായിട്ട് ഷെയർ ചെയ്താലും മതി. ഇതിൻ്റെ വേവ് ഫോം എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലാണെങ്കിൽ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് റിവേഴ്സ് ചെയ്യുക. അതിനുശേഷം പ്ലസ് വി റെഫറൻസും മൈനസ് വി റെഫറൻസും കൊടുക്കുക. ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ, ഔട്ട്പുട്ട് വേവ് ഫോമും അതിൻ്റെ ട്രാൻസ്ഫർ കർവ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ കർവും വരയ്ക്കും. ഫൈൻ. സോ ഹോപ്പ് ദിസ് തിങ്സ് ക്ലിയർ. സോ നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്ത് റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടാണെങ്കിലും ഡയോഡ് ഏത് പൊസിഷനിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് വേവ് ഫോം വരയ്ക്കുന്നതിനോ അതിൻ്റെ ട്രാൻസ്ഫർ കർവ് വരയ്ക്കുന്നതിനോ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ ഐഡിയ ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, സോ ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു കമ്പാരറ്റർ സർക്യൂട്ട്. നിങ്ങൾ എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞത് ആ ഡയോഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ വരച്ച് നോക്കുക. അങ്ങനെ വരച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ ക്ലിയർ ആയി എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ദെൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് എ കമ്പാരറ്റർ സർക്യൂട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഓപ്പറേഷൻ ആംപ്ലിഫയർ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഡിവൈസാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഓൾ ദി പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. കമ്പാരറ്ററായിട്ട് ഉപയോഗിക്കാം. കമ്പാരറ്റർ ഈസ് നത്തിങ് ബട്ട് ഇൻപുട്ട് രണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏത് വോൾട്ടേജാണ് കൂടുതൽ, ഏത് വോൾട്ടേജാണ് കുറവെന്ന് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന സർക്യൂട്ടാണ്. ഓക്കെ,
നമ്മളൊരു സെൻസറിൻ്റെ ഡാറ്റയൊക്കെ ഒരു പർട്ടിക്കുലർ റെഫറൻസ് വോൾട്ടേജിന് മേലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൻ്റെ താഴെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റണം. അപ്പോൾ നമ്മളൊരു റെഫറൻസ് വോൾട്ടേജ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കമ്പാരറ്റർ സെറ്റ് ചെയ്യുക. ഇപ്പം എനിക്കിപ്പം ഒരു നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്ററാണ് വേണ്ടതെന്ന് വിചാരിക്കുക. സോ ലെറ്റ് ഐ ഹാവ് എ നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ. നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് എൻ്റെ ഇൻപുട്ടിനകത്ത് ഇപ്പം നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിനകത്താണ് എൻ്റെ ഇൻപുട്ട് കൊടുക്കുക. ഇൻവെർട്ടിംഗ് ഇത് ഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ that I am applying V in, V out, and let this is plus VCC and minus VE. Okay. ഓക്കെ, സോ ഇത് ജസ്റ്റ് കമ്പാരറ്ററാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ഓൾമോസ്റ്റ് ഇൻഫൈനൈറ്റ് ആണെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇപ്പം ഔട്ട്പുട്ട് ഇൻഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഐദർ വിൽ ബി പ്ലസ് VCC ഓർ വിൽ ബി മൈനസ് VE. അതിനെയാണ് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഫൈനൈറ്റ് അല്ല, അതായത് ലീനിയർ ആയിട്ടായിരിക്കില്ല അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് if I have an input voltage, if I am applying a sinusoidal input voltage to the circuit, what will happen to the output? Just look. ഇത് സൈനസോയിഡൽ ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. And so this is my VE. What is my VO? ഇതിനകത്ത് ഫീഡ്ബാക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. there is no feedback in this circuit. That means whenever this is input voltage is higher than this inverting terminal voltage, then what will happen? The output will goes to plus VCC. Okay, പോസിറ്റീവ് ടെർമിനൽ, അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജിനേക്കാളും കൂടുതലായി കഴിഞ്ഞിട്ട് ഇറ്റ് വിൽ ബി ഗോസ് ടു പ്ലസ് VCC. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ വാട്ട് വിൽ ഹാപ്പൻ? പോസിറ്റീവ് സൈക്കിളിൽ ദ ഔട്ട്പുട്ട് വിൽ ഗോസ് ടു പ്ലസ് VCC. ഓക്കെ, സോ ദ ഔട്ട്പുട്ട് ഇസ് ഇൻ പ്ലസ് VCC, പോസിറ്റീവ് സൈക്കിൾ. ആൻഡ് ഇൻ നെഗറ്റീവ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ? നെഗറ്റീവ് സൈക്കിളിൽ പോസിറ്റീവ് ടെർമിനൽ, അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ പൊട്ടൻഷ്യൽ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ പൊട്ടൻഷ്യലിനേക്കാളും കുറവാണ്. സോ ദാറ്റ് മീൻസ് ദ ഔട്ട്പുട്ട് വിൽ ബി ഗോസ് ടു മൈനസ് VE, വിൽ ബി ടു മൈനസ് VE. So the output will be like this. So the output is just a toggle between minus VCC to minus VE depending upon the input voltage. When the input voltage is in positive cycle, so input voltage is in positive cycle, the output is in plus VCC, it will goes to plus saturation. And if the input is negative cycle, the output goes to minus saturation voltage as minus VE voltage. So this is also known as non-inverting comparator and also known as zero crossing detector. Why it is known as zero crossing detector? ഇൻപുട്ട് സീറോയിനെ എപ്പോൾ ക്രോസ് ചെയ്യുന്നു അപ്പോൾ ഡിറ്റക്റ്റ് ചെയ്യും, അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവും, ഔട്ട്പുട്ടിലൊരു ട്രാൻസിഷൻ ഉണ്ടാവും. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എപ്പോൾ സ്വിച്ച് ചെയ്യുന്നു, ഇൻപുട്ട് വോൾട്ടേജ് സ്വിച്ച് ചെയ്യുന്നു, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിന് ദെയർ വിൽ ബി എ ട്രാൻസിഷൻ. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ പ്ലസ് VCC നിന്ന് മൈനസ് VEയിലേക്ക് പോകും, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ മൈനസ് VE നിന്ന് പ്ലസ് VCCയിലേക്ക് ടോഗിൾ ചെയ്യും. So it is also known as zero crossing detector. Okay, കമ്പാരറ്റർ സർക്യൂട്ടിന് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ഇപ്പം നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സൈനസോയിഡൽ വോൾട്ടേജ് ഒന്നും അല്ല,
വരുന്നത് ഒരു ജസ്റ്റ് ഒരു എന്താണ് നോയ്സ് പോലത്തെ സിഗ്നലാണ് വരുന്നതെന്ന് വിചാരിക്കുക. ലെറ്റ് മൈ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു 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 ഇറഗുലർ പാറ്റേൺ ആണെന്ന് വിചാരിക്കുക. അപ്പോഴും എനിക്കൊരു ഷേപ്പ്ഡ് ആയിട്ടുള്ള വേവ് ഫോം ആയിരിക്കും കിട്ടുക. ഷേപ്പ്ഡ് ആയിട്ടുള്ള വേവ് ഫോം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എപ്പോൾ ഒരു സീറോയിനെ ക്രോസ് ചെയ്യുന്നു അപ്പോൾ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലസ് വി സി സിയോ മൈനസ് വി ഇയോ, അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ വേവ് തന്നെയാണ് കിട്ടുക എപ്പോഴും നമുക്കതിൻ്റെ ഔട്ട്പുട്ടായിട്ട്. ഓക്കെ, എപ്പോൾ സീറോയിനെ ക്രോസ് ചെയ്യുന്നു, ഇൻപുട്ട് വോൾട്ടേജ് സീറോയിനെ ക്രോസ് ചെയ്യുന്നു, അപ്പോൾ അത് ഡിക്റ്റേറ്റ് ചെയ്ത് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ വേവ് ചെയ്യും. അതുകൊണ്ട് തന്നെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്നും പറയാറുണ്ട്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അപ്പം ഇതെന്ന് പറയുന്നത് നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്ററാണ്. ഇനി ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ഇൻവെർട്ടിംഗ് കമ്പാരറ്ററിൽ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് ഞാൻ കൊടുക്കുന്നത്. സോ ഐ ക്യാൻ ഹാവ് ദിസ് ടെർമിനൽ ഇസ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഇസ് ഗ്രൗണ്ടഡ് ആൻഡ് ഇൻവെർട്ടിംഗ് ടെർമിനൽ എൻ്റെ ഔട്ട്പുട്ട് ഞാൻ കൊടുക്കുന്നു, ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നു. സോ ദിസ് ഈസ് ലൈക്ക് ദിസ് വി ഇൻ ആൻഡ് ദിസ് ഈസ് വി ഔട്ട്. ഓക്കെ, സോ വി ക്യാൻ ഹാവ് പ്ലസ് വി സി സി ആൻഡ് മൈനസ് വി ഇ. The operation amplifier circuit just compare these input voltages. Okay, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജും കമ്പയർ ചെയ്യുകയുള്ളൂ. നോൺ ഇൻവെർട്ടിംഗ് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബി സ്വിച്ച് ഇൻ ടു മൈനസ് വി ഇ, അതർവൈസ് ഇറ്റ് വിൽ ബി സ്വിച്ച് ഇൻ ടു പ്ലസ് വി സി. ഓക്കെ, സോ ഞാൻ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് ഞാൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. സോ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലൊരു ഇൻവെർട്ടിംഗ് ടെർമിനലാണ് എൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് വോൾട്ടേജ് സീറോ വോൾട്ടേജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സീറോ വോൾട്ടേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വി ഇൻ പോസിറ്റീവ് സൈക്കിളിൽ എന്താണ്? പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഈ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്ത് സീറോ വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജാണ് കൂടുതൽ. ഇഫ് ഇൻവെർട്ടിംഗ് വോൾട്ടേജ് ടെർമിനൽ പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഇൻപുട്ട് സൈക്കിൾ പോസിറ്റീവ് ആയി കഴിയുമ്പം ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജ് ആണ് ഹയർ. സോ ഇറ്റ് വിൽ ബി ഗോസ് ടു മൈനസ് വി ഇ. ഔട്ട്പുട്ട് വിൽ ബി ഗോസ് ടു മൈനസ് വി ഇ at that. Okay, ഇനി whenever it closes to zero and when we apply negative cycle, what will happen? If you apply negative cycle, ആ സമയത്ത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ പൊട്ടൻഷ്യൽ ആയിരിക്കും കൂടുതൽ. കാരണം ഇത് സീറോ വോൾട്ടേജ് ആണ്, ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് വരുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഗോസ് ടു പ്ലസ് വി സി സി. ഔട്ട്പുട്ട് വിൽ ബി ഗോസ് ടു പ്ലസ് വി സി സി. So this is plus VCC. So and it remains in this state, and when it's toggled it will be like this. Okay, അപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ ഇൻവെർട്ടിംഗ് ടെർമിനൽ വോൾട്ടേജുകൾ തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ഓർ നോൺ ഇൻവെർട്ടിംഗ് വോൾട്ടേജ് ഈസ് ഹയർ പൊട്ടൻഷ്യൽ then it will be goes to minus VCC. When inverting terminal voltage is higher potential than non-inverting, it will goes to minus VCC. Whenever this non-inverting terminal potential is higher than inverting terminal potential, it will goes to plus VCC. It will be like this. Okay, so it is just compare the input voltages. Whenever this input voltage non-inverting terminal voltage ആണ് കൂടുതലെങ്കിൽ പ്ലസ് വി സി സിയിലേക്ക് ടോഗിൾ ചെയ്യും, അല്ലാത്ത സമയത്ത് മൈനസ് വി സി സിയിലേക്ക് ടോഗിൾ ചെയ്യും. Okay, so hope this is clear. No inverting and non-inverting comparator clear ആയെന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആണോ നിങ്ങൾക്കത്? ക്ലിയർ ആണോ നിങ്ങൾക്കിത്? സീറോ ക്രോസ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് കമ്പാരറ്റർ എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്രീവിയസ് ഇയർ ചോദിച്ചൊരു പ്രോബ്ലത്തിലേക്ക് ഈ ഐഡിയ ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്വസ്റ്റ്യൻ 1, ഫൈൻഡ് ദി ഡ്യൂട്ടി സൈക്കിൾ. ഫൈൻഡ് ദി
duty cycle in percentage ഉള്ള duty cycle of the circuit. Okay. So this is V in, and V in is here. V in is 8 sin t. V out minus 12. So here this plus VCC is plus 12 voltage and minus VCC is minus 12 voltage. Here the input is 8 sin t, and output is not given, so you can find out the output, and output in the duty cycle ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സർക്യൂട്ട്. എന്താണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് ഓൺ ആൻഡ് ഓഫിൻ്റെ പെർസെൻറ്റേജ് ആണ് പറയുന്നത്. ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്വയർ വേവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ടൈം ഉണ്ടാവും, അതിൻ്റെ ഓഫ് ടൈം ഉണ്ടാവും, അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സ്ക്വയർ വേവ് എടുക്കുകയാണെന്ന് വിചാരിക്കും, ലൈക്ക് that is duty cycle. ഒരു വേവ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, so like this is the on time and this is the off time. Okay, this is T on and T off, and this is the total time period of this waveform. Okay, അപ്പോൾ പ്ലസ് വി സി സിയിലുള്ള ടൈമിനെയാണ് നമ്മൾ ഓൺ ടൈം എന്ന് പറയുന്നത്. ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് വി ഇയിലുള്ള ടൈമിനെയാണ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഈസിക്കൽ ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് നത്തിങ് ബട്ട് ടി ഓൺ ബൈ ടോട്ടൽ ടി ഇൻറ്റു 100% ആണ്. ഇൻ പേഴ്സൻറ്റേജിൽ ഡ്യൂട്ടി സൈക്കിൾ പറയും. ഓക്കെ, അപ്പോൾ ടി ഓണും ടി ഓഫും എന്ന് പറയുന്നത് കറക്റ്റ് ടൈമാണെങ്കിൽ, ടി ഓൺ ടൈമിൽ തന്നെയാണ് ടി ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് 50% ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടി ഓൺ 1 സെക്കൻഡ് ആണ്, ടി ഓഫും 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. സോ 1/2 ഇൻറ്റു 100 ആണ് 50% എന്ന് പറയുന്നത്. ഇപ്പോൾ ടി ഓൺ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. ടി ഓൺ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ടി ഓൺ ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആൻഡ് ടി ഓഫ് ഈസ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 ആയിരിക്കും. 2/3 എന്ന് പറയുന്ന പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2/3 ഇൻറ്റു 100% ആയിരിക്കും ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓൺ ടൈം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ കൂടും, ഓൺ ടൈം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ കുറയും. ഓക്കെ, ദാറ്റ് വിൽ ബി ദ that is what is mean by duty cycle of the circuit. Okay, hope this is clear what is duty cycle. Okay, so what is this circuit? This circuit is nothing but a comparator സർക്യൂട്ട് ആണ്. ഫീഡ്ബാക്ക് ഒന്നും ഇല്ലാത്ത കാരണം ഇത് കമ്പാരറ്ററാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഇൻപുട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. എപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് 4 വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്നു, +4 വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്നു, അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +12 വോൾട്ടിലേക്ക് പോകും. എപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജിനേക്കാളും കുറവാവുന്നു, അപ്പോൾ 0 വോൾട്ടേജിനേക്കാളല്ല, ഈ +4 വോൾട്ടേജിനേക്കാളും കുറവാവുന്നു, അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
മൈനസ് വി റെഫറൻസായ -12 വോൾട്ടേജിലേക്ക് പോകും. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. എങ്ങനെയാണ് എങ്ങോട്ടാണ് സ്വിച്ച് ചെയ്യുന്നതെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ കണ്ടുപിടിക്കും. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഡൗട്ടുണ്ടോ? ഡ്യൂട്ടി സൈക്കിൾ കണ്ടുപിടിക്കാൻ ഡൗട്ടുണ്ടോ? എന്താണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഹലോ, ഞാൻ ഒന്നുകൂടെ പറയണോ എന്താണ് ഡ്യൂട്ടി സൈക്കിൾ എന്നും എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ പറയണോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക ഇതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ എത്ര % ആണെന്നുള്ളത്. ഓക്കെ, T1 പ്ലസ് T ഓഫ് ഇൻറ്റു 100% എത്രയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാൻ നോക്കുക. ജസ്റ്റ് എന്നിട്ട് ആൻസർ എനിക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു 3 അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. അത് 3ഉം നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ്